സജീർ ദോഹ വോയിസിന്റെ സജീവമായ ഒരു പാട്ടുകാരനാണെന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഒരു രണ്ടുപേര് നാലൊരു പാട്ട് സജീർ. എന്നാ സജീർ? എത്ര ദൂരത്തിലാണോ, എത്ര ദൂരത്തിലാണോ, എത്ര ദൂരത്തിലാണോ, എത്ര ദൂരത്തിലാണോ ആറ്റക്കിളിയുടെ നോക്കും പറച്ചിലും പുഞ്ചിരിയും കൊച്ചു നുണക്കുഴിയും ഇഷ്കിന്റെ ഞെക്കുവിളക്കിൻ വെളിച്ചമാണുള്ളിന്നിരുട്ടറയിൽ ആ കണ്ണിന്റെ തുമ്പത്തെ തുള്ളിയാണെന്നുടെ കൽവിൻ മരുപ്പറമ്പിൽ പെരിയോനേ റഹ്മാനേ, പെരിയോനേ റഹീം, പെരിയോനേ റഹ്മാനേ, പെരിയോനേ റഹീം. സജീർ ഇപ്പൊ ഇവിടെ പറഞ്ഞിരുന്നു അവന്റെ റോള് എന്ന് പറയുന്നത് ഒരു കള്ളക്കടത്താണെന്ന്. ഡയറക്ടറോട് ചോദിക്കാം, കള്ളക്കടത്ത് മാത്രമാണോ ഇല്ലെങ്കിൽ ഫാമിലി ഓറിയന്റഡ് കൂടെയാണോ സിനിമ? ഫാമിലി ഓഡിയൻസിന് കാണാൻ പറ്റിയ വർക്ക് തന്നെയാണ്. കള്ളക്കടത്തതിന്റെ ഭാഗമാണ്, കൂടുതൽ പറയാൻ പാടില്ല എന്നാണ് ഇതിന്റെ വ്യക്തമായിട്ടുള്ളത്. വേറൊരു ചോദ്യം കൂടെ, നമുക്ക് ഇനി മൊബൈൽ ചിത്രീകരണം മാത്രം അല്ലാതെ എല്ലാ സാങ്കേതിക മികവോടുകൂടിയും വീണ്ടും ഒരു നല്ലൊരു ബിഗ് സ്ക്രീൻ മൂവിയിലൂടെ നിങ്ങളെ എല്ലാരെയും കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമെന്ന് വെച്ചാല് ഈ വർക്ക് മൊത്തം ഫൈലായ സമയത്ത് മഹമ്മൂദ് ഖാൻ നമ്മുടെ ഖത്തറിലെ ടിക്ടോക്കിലൊക്കെ സജീവമായിട്ട് ചാടി എടുക്കുന്ന ഒരാളാണ്. സ്ഥിരമായിട്ടാണ് പരിപാടി. അതാണ് ഒരു ഫൈറ്റാണ് മുപ്പത് മെയിൻ പരിപാടി. നമ്മളെ അജിനാസിന്റെ ഒക്കെ നമ്മളെ ഇസ്മായിൽ ഖാന്റെ ഒക്കെ സുഹൃത്തായിട്ടുള്ള മഹമ്മൂദ് ഖാനോട് നമുക്കിത് തിയേറ്ററിൽ നിന്ന് കളിപ്പിക്കാൻ നോക്കിക്കൂടെ അയച്ച്. ആ സമയത്ത് ഞാനും അൻവർ മുബാർക്ക് ഒന്ന് ചിരിച്ചാദ്യം, ഇത് തിയേറ്ററിലോ, കാരണം ഒന്ന് ഫോണിലാണ് എടുത്തുള്ളത്, തിയേറ്ററിൽ എടുക്കില്ല. ഇവിടെ തിയേറ്ററിൽ കളിപ്പിക്കാൻ തന്നെ നമ്മൾ ഒരു ഷോ കളിപ്പിക്കാൻ 2000 റിയാൽ കൊടുക്കണം. ഒറ്റ ഷോ നമുക്ക് തരുള്ളൂ. ആ സമയത്ത് മഹമ്മൂദ് ഖാൻ നമുക്ക് ആരും സ്പോൺസർ കിട്ടാൻ അത് വിഷയമാക്കണ്ട, ഞാൻ സെറ്റാക്കി തരാം, പൈസ നിങ്ങൾ വിഷയമാക്കണ്ട, നമുക്കിങ്ങനെ സ്ഥലമുണ്ട്, അപ്പോൾ മുബാഷിറാണെങ്കിൽ സ്ഥലമുണ്ട് പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിത് ചെയ്തിട്ടുള്ള ഇതേമാതിരി ഒരു മൈക്കിലാണ് ഡബിങ്, സ്റ്റുഡിയോ ഡബിങ് അല്ല. പിന്നെ എഡിറ്റിംഗ് പറഞ്ഞാൽ ചെറിയൊരു ഇതാണ്, ഒരു ചെറിയ സിസ്റ്റത്തിലാണ് എഡിറ്റിങ്, സ്റ്റുഡിയോ ഡബിങ് ഇല്ല. ഇതുപോലെ മൈക്ക ഒരു ഐഫോൺ 30 അല്ല 14 അങ്ങനെയുള്ള. അതുപോലെ ഈ ലൈറ്റിന് വേണ്ടിയിട്ട് ഇപ്പം ഇതിൽ ഇപ്പോൾ ഇത് ഷൂട്ട് എടുക്കുന്ന സമയത്ത് ലൈറ്റ് പറഞ്ഞ സാധനമാണല്ലോ, അത് നൈറ്റിലാണ് ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഇവരൊക്കെ ലൈറ്റ് പിടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഫോണിൻ്റെ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടാവാം, ഇപ്പോൾ എമർജൻസി അങ്ങനെയുള്ള പല സാധനങ്ങൾ ലൈറ്റ് പോയി. അതിൻ്റെ മേക്കിംഗ് വീഡിയോ പോലെ കുറേ ഇൻസ്റ്റാഗ്രാമിൽ ടിക്ടോക്കിലൊക്കെ ഉണ്ട്. കുറേ പിന്നെ ഇവന്മാർ ഇടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറേ ഇട്ടിട്ടില്ല. അതൊക്കെയാണ് ഇതിൻ്റെ സ്ഥിതി. വലിയ സ്ക്രീനിലേക്ക് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊരു കഥ അതിനൊക്കെ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത് പിന്നെ അതും ഇപ്പോൾ പുറത്തുമാർ പറയണ്ട വിടണ്ട. മഹമ്മൂദ് ഖാക്ക് അറിയാം, മുബാറക്കിനറിയാം, പാങ്ങോടിനറിയാം, കുറച്ച് പേര്. അതുപോലെ ഞങ്ങൾ ഇടുക്കി ജാഫർ അങ്ങനെ കുറച്ച് ആൾക്കാരെ ഉദ്ദേശിക്കുന്നത്. അവർ നമുക്ക് ഡേറ്റ് തരണമല്ലോ. ഞങ്ങളുടെ ആഗ്രഹം വലിയ വലിയ സംഭവങ്ങളൊക്കെയാണ്, കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. അതെ, നിങ്ങളുടെ ആഗ്രഹം പോലെ എല്ലാം സാധിക്കും.